SSLC പരീക്ഷയിൽ കോതമംഗലത്തെ സ്കൂളുകൾക്ക് മികച്ച വിജയം. 22 സ്കൂളുകൾക്ക് 100 മേനി വിജയമുണ്ട്. വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 13 പേർ മാത്രമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാതെ പോയത്. എല്ലാ വിഷയങ്ങളിലും A+കാരുടെ എണ്ണം മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ പരിധിയിൽ ചുരുക്കം സ്കൂളുകൾക്ക് മാത്രമാണ് 100 മേനി നഷ്ടപ്പെട്ടത്. 10 എയ്ഡഡ് സ്കൂളുകളും 11 ഗവൺമെന്റ് സ്കൂളുകളും 100 മേനി നേട്ടം കൊയ്തു. ഒരു അൺഎയ്ഡഡ് സ്കൂളും പട്ടികയിലുണ്ട്. വിദ്യാഭ്യാസ ജില്ലയിൽ ഉപരിപഠനത്തിന് അർഹത നേടാൻ കഴിയാത്തത് 13 പേർക്ക് മാത്രമാണ്. ആകെ പരീക്ഷ എഴുതിയത് 5259 പേരാണ്. ഇതിൽ 5246 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഇതിൽ 2802 പേർ ആൺകുട്ടികളും 2444 പേർ പെൺകുട്ടികളുമാണ്. വിദ്യാഭ്യാസ ജില്ലയിൽ 353 പേർക്ക് മാത്രമാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 105 പേർ ആൺകുട്ടികളും 248 പേർ പെൺകുട്ടികളുമാണ്. കോതമംഗലത്തെ സ്കൂളുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവുണ്ട്. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ നല്ല റിസൾട്ടാണ് സ്കൂളുകൾക്കുള്ളത്. 100% വിജയം സ്കൂളുകൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ A+കളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറേ കുറവുണ്ടെങ്കിലും ഒരു നല്ല റിസൾട്ട് ആയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന് 45 കുട്ടികൾക്കാണ് ഫുൾ A+ എന്നാണ് റിസൾട്ടിലായിട്ടുള്ളത്. നല്ല ഒരു റിസൾട്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടെങ്കിലും നല്ലതായ ഒരു റിസൾട്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ കോതമംഗലത്ത് മുന്നിലുള്ളത് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളാണ്. ഇവിടെ 45 പേരാണ് നേട്ടം കൈവരിച്ചത്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ നിറഞ്ഞ സന്തോഷത്തിലാണ്. മധുരം വിതരണം ചെയ്ത് അവർ സന്തോഷം പങ്കിട്ടു. റിസൾട്ട് ഫുൾ A+ സന്തോഷം. പിന്നെ ടീച്ചേഴ്സും അതുപോലെ ഹെഡ് മിസ്റ്റേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പഠിത്തത്തിൽ. അതുപോലെ തന്നെ റിസൾട്ട് വരുന്നതിനൊക്കെ നല്ല സന്തോഷമുണ്ട്. ഫുൾ A+ പഠിച്ചതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ എന്നൊരു റിസൾട്ട് കിട്ടിയത്. ഞങ്ങളുടെ കഠിനാധ്വാനം എല്ലാം കൂടെ കിട്ടിയ റിസൾട്ടാണിത്. സിലബസിന്റെ മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചെടുത്തു. എന്നാലും ഞങ്ങളുടെ ടീച്ചർമാരുടെ ഞങ്ങളുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ട് ഞങ്ങൾ ല്ലായിരുന്നു. പക്ഷെ എന്നാലും പ്രാർത്ഥനയും പിന്നെ പേരൻസിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. മാതൃപ്പിള്ളി, നേര്യമംഗലം, ചെറുവട്ടൂർ, കടവൂർ, ചാത്തമറ്റം, അയ്യങ്കാവ്, കുട്ടമ്പുഴ, വടാട്ടുപാറ, പിണവൂർകുടി, നെല്ലിക്കുഴി, മാമലക്കണ്ടം എന്നിവിടങ്ങളിലെ സ്കൂളുകളാണ് ഗവൺമെന്റ് സ്കൂൾ വിഭാഗത്തിൽ 100% വിജയം സ്വന്തമാക്കിയത്. എയ്ഡഡ് വിഭാഗത്തിൽ സെന്റ് ജോർജ് കോതമംഗലം, സെന്റ് ജോസഫ്സ് വെളിയേൽച്ചാൽ, TVJ MHS പിണ്ടിമന, ഫാദർ ജോസഫ് മെമ്മോറിയൽ പുതുപ്പാടി, NSS വാരപ്പെട്ടി, LF ഊന്നുകൽ, സെന്റ് മേരീസ് പോത്താനിക്കാട്, DBHS തൃക്കാരിയൂർ, മാർ ഏലിയാസ് കോട്ടപ്പടി, MDHS തോളേലി എന്നിവയാണ് 100% വിജയം നേടിയ സ്കൂളുകൾ. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.